ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു യാത്രയാണ്. വെള്ളിയാങ്കല്ല് ഹെറിറ്റേജ് പാർക്കിലേക്കാണ് കേട്ടോ ഇന്നത്തെ യാത്ര. ചെറുചിറകിൽ ചാർത്താം ചന്ദനം പിന്നിൻ പാദസരങ്ങളണിഞ്ഞു തരും. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങളിതാ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇച്ചുട്ടൻ ഒരേ വാശി ബാക്കിൽ തന്നെ ഇരിക്കണമെന്ന്. അപ്പോൾ എന്തായാലും കുട്ടിയുടെ ആഗ്രഹമല്ലേ, ഞങ്ങൾ ബാക്കിൽ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഏട്ടൻ്റെ പാട്ടൊക്കെ കേട്ട് ആൾക്ക് നല്ല ഉറക്കം വന്നു. ഉറങ്ങിക്കഴിഞ്ഞിട്ട് വേണം മെല്ലെ അവനെടുത്ത് ഞങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാൻ. അങ്ങനെ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്ത് പാർക്കിനുള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ചെന്ന ദിവസം അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ആൾക്കാരേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. സൺഡേ ഒക്കെയാണ് ഇവിടെ നല്ല തിരക്ക് വരാറെന്നാണ് പറയാറുള്ളത്. ഞങ്ങൾ സൺഡേ അല്ല പോയത്. അവിടെ ചെന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഹാപ്പി ആയത് ഇച്ചുട്ടനാണ്. അവൻ അവിടെ എല്ലാം ഓടി നടക്കാൻ തുടങ്ങി. അവിടെ കുറച്ച് കുട്ടികളും ഉണ്ടായിരുന്നു. താഴെ വെള്ളമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പോണത്. പുഴ കണ്ടിട്ടാണ് അവൻ്റെ നടപ്പ്. അധികം തിരക്കില്ലാത്തത് കൊണ്ട് തന്നെ അവന് ഫ്രീ ആയി നടക്കാൻ പറ്റി. അപ്പോൾ ഇതാണ് കേട്ടോ മുകളിൽ നിന്നുള്ള കാഴ്ച. ഞങ്ങൾ ഉച്ച സമയത്തായിരുന്നു പോയിട്ടുള്ളത്, അതുകൊണ്ട് നല്ല വെയിലുമായിരുന്നു. അപ്പോൾ ഇത് മാത്രമല്ല, കുട്ടികൾക്കായിട്ടുള്ള ഒരുപാട് ഏരിയകൾ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ഓരോന്നായിട്ട് ഇച്ചു കയറാൻ തുടങ്ങി കേട്ടോ. ആദ്യം തന്നെ ഇച്ചുവിനെ ഏട്ടൻ ഊഞ്ഞാലിലിരുത്തി. ഉറക്കത്തിൽ നിന്ന് നീച്ചത് കൊണ്ട് തന്നെ ആദ്യം ഒരു ഉഷാറ് കുറവുണ്ടായിരുന്നു. കുറച്ച് നേരം ആടിയപ്പോൾ ആൾ ഉഷാറായി. കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും അത്യാവശ്യം എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം തന്നെയാണ് കേട്ടോ. ഞങ്ങൾ പോയ ദിവസം ഫാമിലീസൊക്കെ കുറവായിരുന്നു, കപ്പിൾസ് ആയിരുന്നു കേട്ടോ കൂടുതൽ. സൺഡേ ഒക്കെയാണ് കൂടുതലും ഫാമിലീസ് വരുന്നത്. അങ്ങനെ ഇച്ചുട്ടൻ്റെ ഊഞ്ഞാലാട്ടമൊക്കെ കഴിഞ്ഞ് അടുത്തയിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതാ അച്ഛനും കുട്ടിയും അവിടെ ഗംഭീര കളിയാണ്. അത് കഴിഞ്ഞ് മരത്തിൻ്റെ മുകളിലേക്ക് കയറണം എന്ന് പറഞ്ഞിട്ട് ഏട്ടൻ അവനെ മരത്തിൻ്റെ മുകളിലേക്ക് പൊക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ അവിടെ നിന്നിട്ടും കുറച്ച് നേരം കളിച്ചു. അവിടെ എത്തിയപ്പോൾ ഇച്ചുട്ടൻ വലിയ ആളായി. അച്ഛൻ്റെയും അമ്മയുടെയും കൈയൊക്കെ വിട്ട് ഒറ്റയ്ക്ക് നടക്കാൻ തുടങ്ങി കേട്ടോ. പക്ഷെ ആ നടത്തം അധിക നേരം നിന്നില്ല. ആളൊന്ന് ചെറുതായിട്ട് വീണു. ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്നു, കാര്യമായിട്ടൊന്നും പറ്റിയില്ല. അവന് മനസ്സിലായി അച്ഛനും അമ്മയും ഇല്ലാതെ ഒറ്റയ്ക്ക് നടക്കാറായിട്ടില്ല എന്ന്. അങ്ങനെ വീഴ്ചയ്ക്ക് ശേഷം അവൻ എന്തെങ്കിലും വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ മുകളിലോട്ട് പോയിട്ടോ. അവന് മാത്രമല്ല കൂട്ടത്തിൽ എനിക്കും. അങ്ങനെ ഞങ്ങൾ ആദ്യം പോയത് ഐസ്ക്രീം വാങ്ങാനാണ്. അങ്ങനെ ആദ്യം ഒരു ഐസ്ക്രീം വാങ്ങി. ഇച്ചുട്ടന് ഉപ്പിലിട്ട മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് അതും വാങ്ങിച്ചു കേട്ടോ. അപ്പോൾ അതെല്ലാം വാങ്ങി ഇച്ചുട്ടന് ഹാപ്പിയായി, ഞാനും ഹാപ്പിയായി. അങ്ങനെ കുറച്ച് നേരം അവിടെയൊക്കെ നിന്നിട്ട് പിന്നെ ഞങ്ങൾ താഴോട്ട് പോയിട്ടിരുന്നു കേട്ടോ. അപ്പോഴും ഇച്ചുട്ടൻ മാങ്ങ വിട്ടിട്ടില്ല. അങ്ങനെ ഏട്ടനെ ഇച്ചുട്ടനെ അവിടെ ഇരുത്തി ഞാൻ കുറച്ച് ഫോട്ടോസും വീഡിയോസ് എടുക്കാൻ വേണ്ടി താഴെ പോയി. തിരിച്ചു വന്നപ്പോഴും ഇച്ചുട്ടൻ മാങ്ങ വിട്ടിട്ടില്ല കേട്ടോ. ആദ്യത്തെ മാങ്ങ കഴിഞ്ഞ് രണ്ടാമത്തെ മാങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇച്ചുട്ടന് മധുരത്തോനേക്കാളും ഇഷ്ടം കൂടുതൽ എരിവും പുളിയാണ് കേട്ടോ. ഇപ്പം ഈ കടന്ന് തുള്ളണത് എന്താണെന്നറിയോ? അവിടെ കടേൻ്റെ ഉള്ളിൽ നിന്ന് പാട്ട് കേട്ടിട്ടാണ് കേട്ടോ ഇച്ചുട്ടൻ കടന്ന് തുള്ളണത്. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞു. പിന്നെ അച്ഛൻ്റെയും മകൻ്റെയും സ്നേഹപ്രകടനങ്ങളായിരുന്നു കേട്ടോ. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരെ കൂട്ടി പോയിട്ടോ. എന്തൊക്കെ പറഞ്ഞാലും എനിക്കിത് അത്ര പിടിക്കണില്ല. അസൂയൊന്നല്ല കേട്ടോ, ചെറിയൊരു കുശുമ്പ്. അങ്ങനെ ഞങ്ങൾ പോകാൻ ഇറങ്ങിട്ടോ. അപ്പോൾ ഇതാണ് വെള്ളിയാങ്കല്ല് പാലം. മഴയൊക്കെ തുടങ്ങുന്നതിൻ്റെ മുമ്പ് പോയതുകൊണ്ട് തന്നെ വെള്ളമൊന്നുമില്ല, പറ്റി വരണ്ട് കിടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളങ്ങനെ തിരിച്ചു പോന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.